welcome back to Xylem Learning. So, എന്താണ് എക്സാം ഒക്കെ ആയാലും ഇനിയിപ്പോൾ നമ്മൾ എന്താണ് പഠിത്തമായിരിക്കും. ഇനി നമ്മൾ എന്താ പറയുക തമാശയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വൻ പഠിത്തം മാത്രമൊക്കെ വൻ സീരിയസ് ഒക്കെ. അപ്പോൾ നമ്മുടെ കിച്ചുവിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കിച്ചുവിൻ്റെ ഒരു ക്വസ്റ്റൻ ആണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷെ കിച്ചുവിനെ നിങ്ങൾ കാണുന്നതിന് മുൻപ് എന്താണ് ഐ വാണ്ട് ടു ടെൽ യു സംതിങ് എൽസ്. മിസ്സിന് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ബട്ട് ഹിയർ യു ക്യാൻ സീ ദ ക്വസ്റ്റൻ അല്ലേ. ഓക്കെ, അപ്പം ഇന്ന് ക്വസ്റ്റൻ അങ്ങ് പറഞ്ഞു കളയാം. കിച്ചു സേവ് ദ ലൈഫ് ഓഫ് ഹിസ് ഫ്രണ്ട്സ് ദേ ഡിസൈർ ടു ഓണർ കിച്ചു. കിച്ചു എല്ലാവരുടെ ജീവൻ രക്ഷിച്ചു. എല്ലാവർക്കും ഒരേ നിർബന്ധം കിച്ചു വരെ നമ്മളൊന്ന് ആദരിക്കണം എന്നുള്ളത്. ദേ വാണ്ട് ടു പ്രിപ്പയർ നോട്ടീസ് ഫോർ ഇൻവൈറ്റിംഗ് ഫ്രണ്ട്സിൽ. അപ്പൊ എല്ലാവരും ക്ഷണിക്കണ്ടേ? അങ്ങനെ അവരെന്ത് ചെയ്തു? എല്ലാവരും കൂടി ഒരു നോട്ടീസ് ഒക്കെ അടിക്കാൻ തീരുമാനിച്ചു. നോട്ടീസ്. അപ്പൊ നമ്മൾ നോട്ടീസ് റൈറ്റിംഗ് ആണ് ഇവിടെ തയ്യാറാക്കേണ്ടത് അല്ലെ. ഉത്തരം നമുക്ക് പഠിക്കാം. അതിന് മുൻപായി ഹാവ് സംതിങ് ടു ടെൽ യു. യെസ്, അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ 4ാം ക്ലാസ്സിലെ സൈലം മീൻസ് എന്താണ്? നമ്മുടെ പ്രാണ ബാച്ച് എന്നാണ് നമ്മൾ പറയല്ലേ. 4ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രാണ ബാച്ച് എന്നാണ് പറയുന്നത്. 4ാം ക്ലാസ്സിലെ ബാച്ചിന് പുതിയൊരു ബാച്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും മിസ് നമ്മളൊക്കെ ഓൾറെഡി പ്രാണ ബാച്ച് അല്ലേ? നിങ്ങൾ ഓൾറെഡി നമ്മുടെ മക്കളാണ്. പുതിയ ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മളത് ചോദിക്കുന്നുണ്ട്, മിസ്സേ എങ്ങനെയാണ് നമ്മൾ അഡ്മിഷൻ എടുക്കുക? അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കും, മിസ്സേ എങ്ങനെയാണ് ഇനി ഓണം എക്സാമിന് ശേഷം അല്ലെങ്കിൽ ഓണത്തിന് മുൻപ് പുതിയ ബാച്ചിനൊക്കെ അഡ്മിഷൻ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊരു സന്തോഷ വാർത്തയായിട്ട് നമ്മളിവിടെ വന്നത്. നിങ്ങൾക്ക് എന്തുണ്ട്? ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് മോനെ വൺ ഓഫറാണ് ഇവിടെ സൈലത്തിലുള്ളത്. വാട്ട് ഈസ് ഓഫർ ഹിയർ? നിങ്ങൾക്ക് കാണാൻ പറ്റും 10% ഓഫറാണ് ഈ പ്രാവശ്യം സൈലം ലേണിംഗ് പറയുന്നത്. ഇത് നിങ്ങൾക്കുള്ളതിൽ നിന്നും ഇനി വെറും 2249 രൂപ മതി പുതിയൊരു ബാച്ചിന്. ഓക്കെ, ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പഠിച്ചു പോകണമെങ്കിൽ ഒരു വർഷത്തേക്കാണ്, ഒരു മാസത്തേക്കല്ല, ഒരു വർഷത്തേക്കാണ് എന്താ 2249 രൂപ മാത്രം നമുക്ക് മതി. ആൻഡ് യു ഗൈസ് നോ ദാറ്റ് നമ്മളെ എല്ലാവിധ ഫീച്ചേഴ്സും എന്തുണ്ട് ഇതിൽ അവൈലബിൾ തന്നെയാണ്. നമ്മൾ ലേറ്റ് ആയിട്ട് തുടങ്ങിയെന്ന് വെച്ചിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സാവുന്നില്ല. നിങ്ങൾക്ക് ഓൾറെഡി അതിലുള്ള ഇതുവരെ നമ്മുടെ എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അതേപോലെ ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടാകും, റെക്കോർഡ് സെഷൻസ് ഉണ്ടാകും, ആൻസർ കീ ഡിസ്കഷൻസ് ഉണ്ടാകും, എക്സാംസ് ഉണ്ടാകും, ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങൾ എവറിത്തിങ് വിൽ ബി ദോ. നിങ്ങളുടെ പാരൻസിന് കംപ്ലീറ്റ് ആപ്പ് ആക്സസിബിലിറ്റി എന്താണ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പാരൻസിന് തന്നെ നേരിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഫോണിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങളൊരു നമ്പർ കാണുന്നില്ലേ, ജോയിൻ നാവ് എന്ന് പറഞ്ഞിട്ട് 9995400800. ഈ നമ്പറിൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ പാരൻസിന്റെ അടുത്ത് ഒന്ന് വിളിക്കാൻ പറയാം. ആ പാരൻസിന്റെ അടുത്ത് വിളിക്കാൻ പറഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? കൂടുതൽ വിവരങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പൊ മറക്കണ്ട, പ്രാണ ബാച്ചിന്റെ പുതിയ ബാച്ച് ദേ വരുന്നുണ്ട്. ഉടനെ എന്ത് ചെയ്യുക? എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രാണ ബാച്ചിലെ ആപ്പിൽ നമ്മൾ കാണുന്നു. നൗ കം ബാക്ക് ടു അവർ കിച്ചു. നമ്മുടെ കിച്ചുവിന്റെ നോട്ടീസ് റൈറ്റിംഗ് നോക്കാം. മിസ് നിങ്ങളോട് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാലും നമ്മുടെ പുറമേയുള്ള ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ അല്ലേ? അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി കൂടി എന്താണ് നമ്മൾ പറയാണ്. നോക്കൂ, നോട്ടീസ് 3 ഹെഡിങ് നമ്മൾ എഴുതണം അല്ലേ? നമുക്ക് എപ്പോഴും അറിയാവുന്ന കാര്യമാണ്. ആദ്യം നോട്ടീസ് എന്നുള്ള ഹെഡിങ് എഴുതണം. പിന്നെ ഓണറിങ് കിച്ചു. എന്താണ് നമ്മുടെ പരിപാടി? നമ്മൾ കിച്ചുവിനെ ഓണറിങ് ചെയ്യാണ്. കിച്ചുവിനെ നമുക്കൊന്ന് ആദരിക്കണം ഒന്നില്ലേ, ഒന്ന് കിച്ചുവിനൊരു ബഹുമാനമൊക്കെ നമുക്ക് എന്താണ് ഇപ്പൊ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ആദരിക്കണം കിച്ചുവിനെ. ആൻഡ് പാമ്പൻകാട് ആനിമൽ ക്ലബ്ബ്, ഈ പരിപാടി ആരാണ് നടത്തുന്നത്? നമ്മുടെ പാമ്പൻകാടിലെ എന്താണ് ആനിമൽ ക്ലബ്ബാണ് ഇത് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഡിയർ ഫ്രണ്ട്സ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമ്മൾ വിഷയം പറയാം അല്ലേ. എന്തിനാണ് നമ്മൾ നോട്ടീസ് എഴുതുന്നത്? നമ്മുടെ കിച്ചുവിന്റെ ഓണറിങ് ഫംഗ്ഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അതിൽ ഉടനെ നമ്മൾ കടക്കാം. ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് ദിസ് നോട്ടീസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് വി ആർ ഗോയിങ് ടു ഓണർ അവർ beloved കിച്ചു ഫോർ ഹിസ് ബ്രേവറി. നമ്മുടെ കിച്ചുവിന്റെ ധൈര്യത്തെ, കിച്ചുവിന്റെ അസാമാന്യ ധൈര്യത്തെ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാണ്? കിച്ചുവിനൊന്ന് ആദരിക്കാൻ പോവാണ്. കിച്ചു saved our lives from Konkan the wolf, the greedy wolf, like the cruel wolf, Mr. Konkan. കൊങ്കൺ വൂൾഫ് ഉണ്ടായിരുന്നു. കിച്ചു ഈസ് അവർ ഹീറോ നൗ. സോ എവിടെയാണ് നമ്മളിത് നടത്തുന്നത്? പാമ്പൻകാടിലെ ബാനിയൻ ട്രീയിലെ ആലുമര ചോട്ടിലാണ് ഈ പരിപാടി നടത്തുന്നത്. എപ്പോഴാണ് നടക്കുന്ന സമയം? 2 മണിക്കാണ് ഉച്ചയ്ക്ക്. എല്ലാവരും വരണം. ഏത് തീയതിയിലാണ് നടക്കുന്നത്? ഏപ്രിൽ 12-ാം തീയതിയാണ് നടക്കുന്നത്. അപ്പൊ മറക്കണ്ട, കൃത്യം നിങ്ങൾ എല്ലാവരും എവിടെ എത്തുക? ബാനിയൻ ട്രീ ആൽമര ചുവട്ടിൽ എല്ലാവരും എത്തുക. നമ്മുടെ അനിമൽ ക്ലബിന്റെ അടുത്തുള്ള ആൽമര ചുവട്ടിൽ എല്ലാവരും വരണം. ഓൾ ആർ ഇൻവൈറ്റഡ്. നമ്മൾ ഇന്ന ആളുകൾ ഒന്നുമില്ല, എല്ലാവരും എന്താണ് ഇൻവൈറ്റഡ്. ചുട്കി ഷീപ്പാണ് ഇത് എഴുതുന്നത്. ഇത് എഴുതിയത് ആരാണ്?
ആരാണ് ഇത് പ്രിപ്പയർ ചെയ്തത് നമ്മൾ എപ്പോഴും എഴുതണം. ഇവിടെ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ക്ലബിന്റെ സെക്രട്ടറി ആരാണ്? ചുട്കി ഷീപ്പാണ്, ചുട്കി ആടാണ്. ഓക്കെ, അപ്പൊ ചുട്കി ആട് എന്ത് ചെയ്തു? അവന്റെ പേരെഴുതി. ചുട്കി ആട് സെക്രട്ടറിയാണ് പാമ്പൻകാട്. പാമ്പൻകാടിന്റെ ആനിമൽ ക്ലബിന്റെ സെക്രട്ടറി ആയ ചുട്കി ഷീപ്പ് ഇത് തയ്യാറാക്കി. ഇനി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് അവിടെ എത്താം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോട്ടീസ് റൈറ്റിംഗ് എഴുതേണ്ടത്. ഇതൊക്കെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എൻ്റെ മക്കൾ ഒരു ലൈവ് ക്ലാസ് പോലും മിസ് ചെയ്യരുത്. ഓക്കെ, സോ വി സ്റ്റോപ്പ് ഹിയർ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.